ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ലിവർ വരട്ടിയതാണ്. ചിക്കൻ ലിവർ വരട്ടിയതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു സവാള, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില, 1/2 ടീസ്പൂണ് ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമല്ലിയാണ്. എൻ്റെ അടുത്ത് പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് വറുക്കാത്ത മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതൊരു സ്പൂണ്. പിന്നെ വലിയ ജീരകം 1 സ്പൂണ്, പട്ട 1 കഷ്ണം, കുരുമുളക് 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിക്കണം. ആദ്യം വലിയ ജീരകം, 1 കഷ്ണം പട്ട, 2 ടീസ്പൂണ് കുരുമുളക്, പിന്നെ പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറുക്കാത്ത മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ ലിവറിലേക്ക് ഈ അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക, നല്ല ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കുക. ഉള്ളി വഴണ്ടി വന്നാൽ അതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, അതിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഈ ലിവർ വരട്ടി ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പക്കാലമാണ് ഓർമ്മ വരുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലത്തെ ചായൻ്റെ കടിയിലേക്ക് ഈ കറിയായിരിക്കും. പുട്ടിലേക്കാണ് ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെ കോമ്പിനേഷന്. ഇതിൻ്റെ ഉമ്മച്ചി എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടാക്കി തരുന്നൊരു കറിയായിരുന്നത്. തക്കാളി ഒന്ന് വെന്ത ശേഷം അതിലേക്ക് നമ്മൾ മസാല കൂട്ടി വെച്ച ലിവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കറി പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പുട്ട്, ചോറ് എല്ലാത്തിൻ്റെ കൂടെയും ഈ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണാം.